അയോധ്യ രാമക്ഷേത്ര വിഷയത്തിൽ പാർട്ടി അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വിവാദ പരാമർശത്തിൽ മുസ്ലിം ലീഗിലും അമർഷം. പ്രസ്താവനയിൽ പിന്തുണയുമായി ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി എത്തിയെങ്കിലും മറ്റ് മുതിർന്ന നേതാക്കൾ പ്രതികരിച്ചില്ല. സമസ്തയ്ക്കകത്തെ ലീഗ് വിരുദ്ധരും തങ്ങളുടെ പ്രസ്താവന ആയുധമാക്കുകയാണ്. പാർട്ടി അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ബാബരി മസ്ജിദ് ഭൂമിയിലെ രാമക്ഷേത്രത്തെ അംഗീകരിക്കും വിധം നടത്തിയ പ്രസ്താവന ന്യായീകരിക്കാനാവാതെ വിയർക്കുകയാണ് നേതാക്കൾ. പാർട്ടി അധ്യക്ഷനെ തിരുത്തുക എന്നത് മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിലില്ല. രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആദരിക്കുന്ന രാമക്ഷേത്രം യാഥാർത്ഥ്യമായതിനാൽ പ്രതിഷേധിക്കേണ്ട കാര്യമില്ലെന്നായിരുന്നു പ്രസ്താവന. ഗ്യാൻവാബി മസ്ജിദിൽ പൂജ തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് പ്രസ്താവന പുറത്തുവന്നതെന്നതും ശ്രദ്ധേയമായി. ഇതുമായി ബന്ധപ്പെട്ട് സമുദായത്തിനകത്ത് ചർച്ചകൾ നടക്കുമ്പോഴായിരുന്നു തങ്ങളുടെ വിവാദ പ്രസ്താവന. സമസ്തയിലെ ലീഗ് വിരുദ്ധരും ഇതിനെതിരെ രൂക്ഷ വിമർശനമുയർത്തുന്നുണ്ട്. തങ്ങളുടെ വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഗ്യാൻവാബിയിൽ പൂജ അനുവദിച്ചതിനെതിരെ സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങളും ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരും സംയുക്ത പ്രസ്താവന നടത്തിയിരുന്നു. ബാബരി മസ്ജിദ് തകർത്ത സമയത്ത് പാണക്കാട് ശിഹാബ് തങ്ങൾ സ്വീകരിച്ച നിലപാട് ചൂണ്ടിക്കാണിച്ചാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ന്യായീകരണം. അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് മുക്തഖണ്ഡം പ്രശംസിച്ചതൊഴിച്ചാൽ പൊതുസമൂഹത്തിൽ നിന്ന് രൂക്ഷ വിമർശനമുയർന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ലീഗ് നിലപാടിനെയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കോൺഗ്രസും മാത്രമാണ് പിന്തുണച്ചത്. പറഞ്ഞത് തിരുത്തി പറയാൻ സാദിഖ് അലി തങ്ങൾ തയ്യാറാവാത്തതിൽ നേതാക്കൾക്കിടയിലും അമർഷം പുകയുകയാണ്. കൈരളി ന്യൂസ്, മലപ്പുറം.